ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രോഹിത് രവി. ആയുർവേദത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അത്തിപ്പഴത്തിനെ കുറിച്ചിട്ട് എല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ടാകും. ഇതൊരു സീസണൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഉണക്കിയിട്ടാണ് നമ്മൾ സൂക്ഷിക്കാറുള്ളത്. അത്തിപ്പഴത്തിന് ഒട്ടേറെ ഗുണങ്ങളാണുള്ളത്. ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യം, ഫോസ്ഫറസ്, അതുപോലെ തന്നെ സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സൊല്യൂബിൾ ഫൈബേഴ്സ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ അത്തിപ്പഴം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതിൽ ധാരാളം അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ രോഗത്തെ ചെറുക്കാനും അതുപോലെ തന്നെ ശരീരത്തിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. രണ്ടാമതായിട്ട് ഫെർട്ടിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് ഗർഭോത്പാദന ശേഷി വർദ്ധിപ്പിക്കും. സ്ത്രീകളിലൊക്കെ ഗർഭിണിയാവാൻ ഉള്ള സമയത്ത് ഇത് കഴിക്കുന്നതിലൂടെ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഉണ്ടാവാതിരിക്കുകയും അതുപോലെ തന്നെ ഗർഭോത്പാദന ശേഷി റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്ത് നൽകാൻ സഹായിക്കും. പുരുഷന്മാരിൽ തന്നെ സ്പേം കൗണ്ട് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലൊക്കെ അത് വർദ്ധിപ്പിക്കാനും പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കും. മൂന്നാമതായിട്ട് ഇത് എല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു എന്നതാണ്. അതുപോലെ തന്നെ ആർത്തവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ കണ്ടുവരുന്ന എല്ലിന്റെ ബലക്കുറവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ എല്ലിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഇതിൽ ധാരാളം സൊല്യൂബിൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും ഇത് ഉത്തമമാണ്. അതായത് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള കണ്ടീഷൻ ദൂരീകരിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റൂള് ഹാർഡായിട്ടുള്ളത് സോഫ്റ്റ് ആക്കാൻ സഹായിക്കുന്നു. ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് സ്കിന്നിന്റെ ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ഇത് ഉത്തമമാണ്. അതായത് സ്കിന്ന് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ ഇത് കഴിക്കുന്നതിലൂടെ സ്കിന്നിന്റെ ഡ്രൈനെസ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ടീനേജ് പ്രായമുള്ള സമയത്തൊക്കെ കുട്ടികളിൽ വരുന്ന അനീമിയ, അതായത് രക്തക്കുറവ് പരിഹരിക്കാൻ ഇതിലടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് സഹായിക്കുന്നു. രക്തം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. വെയിറ്റ് ലോസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു നേരത്തെ മീലായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. കാരണം എളുപ്പത്തിൽ വയറ് ഫില്ല് ചെയ്യാൻ ഒരു 4 അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ അതിന് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തേണ്ടതാണ്. ആ വെയിറ്റ് ലോസിന്റെ സമയത്ത് നമുക്ക് വരുന്ന ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതായത് പോഷകക്കുറവ് പരിഹരിക്കാനും ഇങ്ങനത്തെ അത്തിപ്പഴം കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഇത് സാധാരണ പാലിൽ അരച്ചിട്ടൊക്കെ എല്ലാവരും കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാവർക്കും അത്തിപ്പഴത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഡയറ്റിൽ ഇത് ഉൾപ്പെടുത്തുക. ഓക്കെ, ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ആയുർചാറ്റ്സ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെയുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്യുക. താങ്ക്